കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. നിലമ്പൂർ ചന്തക്കുന്നിലെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ്. നഗരസഭാധ്യക്ഷ, ഉപാധ്യക്ഷൻ ഷൌക്കത്ത് കൂമഞ്ചേരി, കൌൺസിലർമാർ തുടങ്ങിയവർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 2020 അധികാരമൊഴിയുന്നതിന് മുൻപായി ഇന്നത്തെ അധ്യക്ഷ UDF-ലെ പത്മിനി ഗോപിനാഥിന്റെ കാലത്താണ് ചന്തക്കുന്നിൽ നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതിനായി പൊളിച്ചിട്ടത്. എന്നാൽ പിന്നീട് വന്ന LDF ഭരണസമിതി ബസ് സ്റ്റാൻഡ് നിർമ്മാണം തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാലാവധി തീരുന്നതിന് ഏതാനും ദിവസം മുൻപ് പുതിയ ബസ് സ്റ്റാൻഡിന് തറക്കല്ലിട്ടു എന്നല്ലാതെ മറ്റു പ്രവൃത്തികളൊന്നും പൂർത്തിയാക്കിയിരുന്നില്ല. നിലവിൽ ബസ് സ്റ്റാൻഡിന് നടുവിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അവിടെ നിന്ന് പൊളിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റും. സ്റ്റാൻഡിൽ ഒരറ്റം ഓട്ടോറിക്ഷകൾ അവരുടെ സ്റ്റാൻഡായി ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ബസ്സുകൾക്ക് പൂർണ്ണമായും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമുണ്ട്. ഷെഡ് പൊളിച്ചു മാറ്റുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാവുമെന്ന് അധ്യക്ഷ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് പഴയ ഭരണസമിതി സാങ്കേതികാനുമതി മാത്രമാണ് നേടിയിട്ടുള്ളതെന്ന് അധ്യക്ഷ പറഞ്ഞു. തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. KNG റോഡിൽ നിന്ന് മയ്യന്താനി റോഡിലേക്കുള്ള റോഡ് നവീകരിച്ച് ടൈൽ പാകി വൃത്തിയാക്കി ചെറിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള സൌകര്യം ചെയ്യും. പഴയ ഭരണസമിതി തയ്യാറാക്കിയ ബസ് സ്റ്റാൻഡിന്റെ പദ്ധതി പ്രയോജനപ്രദമാണെന്ന് കണ്ടാൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിംഗിന്റെ കൂടി സഹകരണം തേടുമെന്നും അധ്യക്ഷ പറഞ്ഞു. ചില ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ചതായിരുന്നു. പക്ഷേ തറക്കല്ലിട്ട് ചെയ്താണ്. ദൗർഭാഗ്യവശാൽ അത് തുടർന്ന് പണി നടത്തുകയുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി അതിനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി TS-ന് കൊടുത്തിട്ടേ ഉള്ളൂ. അതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പിൽ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നടുക്ക് ചെറിയൊരു ഷെഡ് അവിടെ ഉണ്ടായിരുന്നു. അത് നടുക്കായതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും ആളുകൾക്ക് നിൽക്കാൻ വെയിലും അതേപോലെ മഴയും കൊള്ളുന്ന സംവിധാനമുള്ളത്. മാത്രമല്ല അതിൻ്റെ ഒരു സൈഡിൽ ഓട്ടോറിക്ഷ കൂടി വന്നതുകൊണ്ട് ബസ് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ എപ്പോഴും ഇവിടെ കുരുക്ക് വരികയാണ്. ഗതാഗത കുരുക്ക് വരുന്നുണ്ട്. ഇത് വളരെയായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പം അതിൻ്റെ പരിഹാരമാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പം നിലവിലുള്ള ആ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് ഒരു ഭാഗത്തേക്ക് നീക്കാനും അത്രയും കൂടി സൗകര്യം ഒരുക്കാനും മഴയും വെയിലും കൊള്ളാത്ത രീതിയിൽ അതിന് സൗകര്യം ഒരുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഓട്ടോറിക്ഷ ഒരു ഭാഗത്തും ബസ് പൂർണ്ണമായി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ച് പഴയ പോലെ തന്നെ ബസ് ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക. ഈ റോഡ് അതിലേക്ക് എൻട്രി കുറച്ചുകൂടി നന്നായി ഇപ്പോൾ ടൈൽ ചെയ്ത് വൃത്തിയായിട്ട് ഇതിലൂടെ ചെറുവാഹനങ്ങൾ പ്രവേശിക്കാനുള്ള സൗകര്യവും അടിയന്തരമായി ഒരുക്കും. നഗരസഭാ എഞ്ചിനീയർമാരും മറ്റു ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.